ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഇന്നിവിടെ ഒരു 2-2.5 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മസാല നമുക്ക് പുരട്ടി വയ്ക്കാം. ഞാനിത് ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ശേഷം ഒരു 1-1.5-2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർത്തത്. പിന്നെ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചേർത്തത് 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ്. ഇനിയാണ് നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽ മുളകും അതുപോലെ തന്നെ 1-2 പച്ചമുളകും കൂടി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത മിക്സാണ്. അതുകൂടി നമ്മുടെ ഈ ഒരു മസാലപ്പൊടികളിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പുരട്ടി ഒന്ന് വെക്കാം. ഇനി നമുക്കിത് ഓവർനൈറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ വെക്കുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഇങ്ങനെ ഒന്ന് മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കാനായിട്ട് നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതിവിടെ ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കാം. ഞാൻ പിറ്റേന്നാണ് ഈ ചിക്കൻ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതിന് നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളിയും സവാളയും ഞാനിങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്, നീളത്തിനല്ല, വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്കത് വഴറ്റിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് എളുപ്പത്തിൽ അത് വഴണ്ട് കിട്ടും. നന്നായിട്ട് വഴണ്ട് വരണം, എങ്കിൽ മാത്രമേ ചിക്കൻ കറിക്ക് നമുക്കൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിതേ ഇങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ചിക്കന് മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിക്ക് കൂടി ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത്. എനിക്ക് അത്രയും പഴുത്ത തക്കാളി കിട്ടിയില്ല, കുറച്ചൊന്ന് പച്ചയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ തക്കാളി ഇതേ വഴണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ അത് കുറച്ച് പച്ചയായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയൊക്കെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല. അത് നമ്മുടെ ആ ഒരു ഫ്ലേവർ ഇതിൽ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കും.
ചിക്കൻ ദേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ.